Dear students, very good morning all. All are welcome to Business Management Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് what are the difference between management and administration. In certain management thinkers viewed that management and administrations are synonyms. But in the case of certain situation, certain management thinkers viewed that management is entirely different from administration. So let's go. What are the synonyms and what are the difference between management and administration? Then management and administration. Broadly, there are three different types of views expressed by different school of management thought. That is, administration and management are synonyms. Then second one, administration is higher level function and management is the lower level function. Third one, administration is a part of management. ഒരു വിഭാഗക്കാരിൽ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും സിനോണിംസ് ആണ്, പര്യായ പദങ്ങളാണ് എന്ന് പറയുന്നു. ദെൻ മാനേജ്മെന്റ് ലോവർ ലെവൽ ഫംഗ്ഷനും അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് ലെവൽ ഫംഗ്ഷനുമാണെന്ന് മറ്റൊരു ഭാഗം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ വാദിക്കുന്നു. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് മറ്റൊരു വിഭാഗക്കാരും വാദിക്കുന്നു. ഇങ്ങനെ മൂന്ന് കോൺസെപ്റ്റാണ് ജനറലി നിലനിൽക്കുന്നത്. മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും സിനോണിംസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഹയർ ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ദെൻ മാനേജ്മെന്റ് ഒരു ലോവർ ലെവൽ ഫംഗ്ഷൻ ആണ്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. ഇങ്ങനെ മേജറായി മൂന്ന് കാറ്റഗറീസിലാണ് അല്ലെങ്കിൽ മൂന്ന് വ്യൂസിലാണ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട് വ്യൂ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ആർ വ്യൂസ്. ആരാണ് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ എത്തിയിട്ടുള്ളത്? ഇപ്പൊ ഹെൻറി ഫയോളിന്റെ കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇൻഡിക്കേറ്റ് ക്ലിയർലി വാട്ട് ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ആസ് മാനേജ്മെന്റ് ആൻഡ് വാട്ട് ബിലോങ്സ് ടു അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ് ആർ സിനോണിംസ് എന്ന് പറയുന്നത്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടേമിൽ നിന്നും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ആകുന്നു എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസകരമാണ് എന്നുള്ളതാണ് ഫയോളിന്റെ കോൺസെപ്റ്റ്. ഇത് രണ്ടും, അതായത് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ മാനേജ്മെന്റും ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടി സാധ്യമല്ല. ബോത്ത് ടേംസ്, that means management and administrations, involve the same principles, objectives and functions. ഒരേ ഫങ്ഷൻസ്, ഒരേ ഒബ്ജക്റ്റീവ്, ഒരേ പ്രിൻസിപ്പിൾസിലൂടെയാണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആർ സിനോണിംസ്. ഇനി കുറച്ച് വ്യൂസ് അല്ലെങ്കിൽ കുറച്ച് മാനേജ്മെന്റ് തിങ്കേഴ്സ് അഭിപ്രായപ്പെടുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഹയർ ലെവൽ ഫംഗ്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഈസ് എ ലോവർ ലെവൽ ഫംഗ്ഷൻ. നമുക്കറിയാം, ഹയർ ലെവൽ ഫംഗ്ഷൻസിലുള്ള അല്ലെങ്കിൽ ഹയർ ലെവൽ ഫംഗ്ഷൻ ചെയ്യുന്നവർ പോളിസീസ്, ആക്ഷൻസ്, ഡിസിഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ലോവർ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള പോളിസീസും ഡിസിഷൻസും പ്രിൻസിപ്പിൾസും ഇംപ്ലിമെന്റ് ചെയ്യലാണ്. സോ administration is above management. Accordingly, administration is concerned with the determination of overall objectives, policies and specific goals of an organization. ഒരു ഓർഗനൈസേഷന്റെ സ്പെസിഫിക് ഗോള്, ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷന്റെ പോളിസീസ്, ഇത് ഡിറ്റർമിനേഷൻ നടത്തലാണ് അഡ്മിനിസ്ട്രേഷന്റെ പവർ എന്നുള്ളതാണ് ചില വ്യൂസ് തിങ്ക് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എന്തായിരിക്കും മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് എക്സിക്യൂഷൻ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ഹയർ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ എടുത്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പോളിസീസും ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ അത് ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പോളിസീസ് ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് മാനേജ്മെന്റ് ഡ്യൂട്ടി എന്നാണ് പറഞ്ഞത്. സോ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഹയർ ലെവൽ ഫംഗ്ഷൻ, മാനേജ്മെന്റ് ഈസ് ദ ലോവർ ലെവൽ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ തേർഡ് കാറ്റഗറിയിൽ പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഒരു പാർട്ടാണ്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ ഹോൾ കോൺസെപ്റ്റ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ സിംഗിൾ പാർട്ട് ഓഫ് ദാറ്റ് ഹോൾ ഇവന്റ്. വലിയൊരു ഇവന്റ് അല്ലെങ്കിൽ വലിയൊരു ടേമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്താൽ, ഡിഫറെന്റ് സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു പാർട്ടാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. ലൈൻ ഓഫ് തോട്ട്സ് മാനേജ്മെന്റ് ഈസ് ജെന്യൂൻ ടേം. മാനേജ്മെന്റ് ഒരു ജെന്യൂൻ ആയ ടേമാണ്. ആ ടേമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവന്റുകളാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹി ഡിവൈഡഡ് ദ ഹോൾ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ഇൻ ടു 3. അപ്പോൾ EFL ബ്രേച്ച് എന്ന് പറയുന്ന മാനേജ്മെന്റ് തിങ്കറാണ് ഇങ്ങനെ ഒരു അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്ത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യൂസിൽ ഡിറ്റർമിനേഷൻ ഓഫ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ആൻഡ് എക്സൈസ് ഓവറോൾ കൺട്രോൾ, ഈ പറയുന്ന ഇവന്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഏതിലുണ്ട്? മാനേജ്മെന്റ് ഉണ്ട്. സോ ഡിറ്റർമിനേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പോളിസീസ് പ്ലാൻ ചെയ്യണം, ദെൻ ഗോൾ ഡിറ്റർമിൻ ചെയ്യണം, ദെൻ ഒരുപാട് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരണം. ഇത് ഒരു പാർട്ടാണ്. ദെൻ സെക്കൻഡ് പാർട്ട് എന്താണ്? ഈ പ്ലാൻ, പോളിസീസ്, പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായ ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. സോ ഡിറ്റർമിനേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻവോൾവിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ്സിനെ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് മാനേജ്മെന്റ് ഒരു പാർട്ടാണ് എന്നുള്ള കൺസിഡറേഷൻ വരുമ്പോൾ എന്ത് വേണ്ടി വരും? ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടി വരും. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസും റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യുന്നു. ദെൻ ഇൻസ്റ്റലേഷൻ ആൻഡ് ക്യാരിങ് ഔട്ട് ഓഫ് ഓൾ ദ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊസീജിയർ ഒക്കെ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു പോകും. ഇത്തരത്തിലുള്ള 3 ലെവൽസ് അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ പ്രോസസ് ഇൻവോൾവ് ആണ് ഏതിൽ? മാനേജ്മെന്റിൽ. ഈ പറയുന്ന ഫാക്ടിന്റെ ഒരു ഭാഗമാണ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാദഗതിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് തിങ്കേഴ്സിന്റെ വ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടിൻ്റെയും ഡെഫിനിഷന് അല്ലെങ്കിൽ മീനിങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രയാസകരമാണ്. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് അപ്പർ ലെവല്. അവർ തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രൊസീജിയർ കൊണ്ടുവരുന്നു, പോളിസീസ് കൊണ്ടുവരുന്നു, ഡിസിഷൻസ് കൊണ്ടുവരുന്നു. ഈ ഡിസിഷൻസ് ലോവർ ലെവലായിട്ടുള്ള മാനേജ്മെന്റിനെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ തേർഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് അഡ്മിനിസ്ട്രേഷൻ. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇതാണ് 3 ഇവന്റ്, 3 സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടിലെ പ്രധാനപ്പെട്ട വ്യൂസ്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, let's go. What are the difference between administration and management? Please listen here. Administration, then management. It is concerned with the policies and objectives of an organization. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും പോളിസീസും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Then management is the activity to achieve the objectives laid down by administration. ഈ അഡ്മിനിസ്ട്രേഷനിലൂടെ വന്നിട്ടുള്ള പോളിസീസും ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്യുക? ലേ ഡൗൺ അച്ചീവ് ചെയ്യലാണ് ഏത്? മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്. അതായത് അഡ്മിനിസ്ട്രേഷനിലൂടെ ലേ ഡൗൺ ചെയ്തിട്ടുള്ള പോളിസീസ്, ദെൻ ഒബ്ജക്റ്റീവ്സ് എന്താണോ ആ ഒബ്ജക്റ്റീവ്സിലും അല്ലെങ്കിൽ പോളിസീസിലും അച്ചീവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഏത്? മാനേജ്മെന്റ്. Then it is a top level activity. Which one? Administration. Administration is a top level activity, then management is a middle level activity. Clear?
Then administrations applied in government, military, educational and religious organizations. That means it is more popular or most utilized in government sectors, then military organization, educational organization and religious organizations. Okay, then in case of management, it is majorly or popularly applied in business organization or business entity. Business is a profit undertaking, so management is popularly applied in business organizations. Then administration coordinates finance, production and distribution. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഇപ്പോൾ ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം ഫിനാൻസ്, ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാവാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാവാം, ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നും സ്കീമുകൾ ഇൻസെന്റീവ് കളക്ട് ചെയ്തിട്ടാവാം, ദെൻ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എടുത്തിട്ടാവാം. ഇങ്ങനെ ഫിനാൻസിന്റെ പൊസിഷൻ. പ്രൊഡക്ഷൻ ഏതൊക്കെ രീതിയിൽ, ഏതോ പീരിയഡ് അനുസരിച്ച് കൊണ്ട് പ്രൊഡക്ഷൻസിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൽ ലെവലിൽ കൊണ്ടുപോകണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻസ്, ഇത് കോർഡിനേറ്റ് ചെയ്തു പോകലാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ while management, it uses organization to achieve target fixed by administration. അപ്പോൾ ഈ പറയുന്ന ഇവന്റുകൾ പോളിസീസിലൂടെയും ഒബ്ജക്റ്റീവിലെയും എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫിക്സ് ചെയ്തിട്ടുള്ള ടാർഗറ്റിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ തിങ്കിങ് പ്രോസസ്. അഡ്മിനിസ്ട്രേഷന് തിങ്കിങ് പ്രോസസ് ആണ്, while management is a doing process. Clear? Then administration requires administrative ability than technical ability. സാങ്കേതിക പരിജ്ഞാനങ്ങളെക്കാൾ കൂടുതൽ വേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയാണ്. while management technical ability than administrative ability. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയിലേക്കാളും കൂടുതൽ വേണ്ടത് ടെക്നിക്കലാണ്. കാരണം ഇവിടെ എടുത്തിട്ടുള്ള പോളിസീസും റൂൾസും പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവും ഇംപ്ലിമെന്റ് ചെയ്യലാണ് മാനേജ്മെന്റ് ഡ്യൂട്ടി. സോ അപ്പോൾ മാനേജ്മെന്റിന് ടെക്നിക്കൽ എബിലിറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം ദാൻ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി. ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ്. Is it clear? Thank you.